ഓരോ മനുഷ്യർക്കും ക്രിസ്തു പല രീതിയിലാണ് അവതരിക്കുന്നത് അവരുടെ മുന്നിൽ. പക്ഷേ ക്രിസ്തു ഒന്നേ ഉള്ളൂ. മനുഷ്യർ ക്രിസ്തുവിനെ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. പക്ഷെ ക്രിസ്തു ദർശനം അതൊന്ന് മാത്രമേ ഉള്ളൂ. അത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞതാണ്. അത് ആ ഒരൊറ്റ വാക്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിറവേറിയാൽ മാത്രം മതി ഈ ലോകം സ്വർഗമായി മാറും. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് എനിക്കെപ്പോഴും ഒരു സാധാരണ മനുഷ്യർ കാണുന്ന ഒരു രക്ഷകൻ മാത്രമല്ല. അദ്ദേഹം ഈ ലോകത്തിന് തന്നെ പ്രകാശമായി മാറിയ, എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം നാട്ടിൽ പോലും അങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടുന്നില്ല. ലോകത്തിന് മുഴുവൻ പ്രകാശമായി മാറിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്? അതിൻ്റെ അർത്ഥം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ ലാളിത്യം, ജീവിതത്തിൻ്റെ ലാളിത്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവൻ്റെ ആത്മശക്തി, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും തേജസ്സുറ്റ ഒരു മുഖം ലാളിത്യം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം ലളിതമാണ്, ക്രിസ്തുവിൻ്റെ വാക്കുകൾ ലളിതമാണ്. അത് കുറേ കൂടി ലളിതമാക്കാൻ വേണ്ടി അദ്ദേഹം ഉപമകളിലൂടെയും അലങ്കാരങ്ങളിലൂടെയൊക്കെയാണ് കഥകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ക്രിസ്തു ലളിതമായ വാക്കുകളെ വീണ്ടും ലളിതമാക്കി, ലളിതമായ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ലളിതരാകുവാൻ പഠിപ്പിച്ചു, ലളിതമായി ജീവിക്കുവാൻ സന്ദേശം നൽകി. പക്ഷേ ക്രിസ്തു അങ്ങനെയുള്ള ആ ക്രിസ്തുവിൻ്റെ പേരിൽ ഇന്ന് ക്രിസ്മസ് ഒരു കച്ചവടമായി മാറിയ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഞാൻ കാണുന്നത് ഈ കച്ചവടക്കാർ തന്നെ അവരുടെ കാശിട്ട് കൂട്ടി അവരിങ്ങനെ ചേർന്നിട്ട് അവിടെ എല്ലാം മോടി പിടിപ്പിച്ചു, ആ റോഡും പരിസരങ്ങളും കടകളും. അപ്പോൾ അതൊരു തരം മാജിക്കാണ്. അത് മനുഷ്യനെ മയക്കുവാൻ വേണ്ടിയുള്ള, മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആ ക്രിസ്മസിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ അതിൻ്റെ ആവേശം കുത്തിവെച്ച് അവരുടെ പാക്കറ്റ് കാലിയാക്കുക. അവരൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരും. ആ വെളിച്ചത്തിലൂടെയും ഭരണ പൊലിമകളിലൂടെയൊക്കെ അവരെ ഒരു സന്തോഷത്തിലേക്കും ഉത്കർഷത്തിലേക്കുമുള്ള അതെല്ലാം കൂടിക്കലർന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ച് അവരെ വെറും ഒരു വിപണിയാക്കി, ലോകം ഒരു വിപണിയാക്കി മാറ്റി ഈ മനുഷ്യരെ കൊണ്ട് അത് വിലക്കെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അത് നമ്മുടെ നാട്ടിലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ വിദേശത്താണ് ഞാൻ അത്തരം കച്ചവട താല്പര്യങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്.